Bigg Boss Season 8. എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. തൊപ്പിയെ പോലുള്ള ഒരാൾ ബിഗ് ബോസിൽ വന്നാൽ പ്രേക്ഷകരുടെ ഒരു എക്സൈറ്റ്മെന്റ് ലെവൽ വളരെ അധികരിക്കും. എന്തായിരിക്കും തൊപ്പി ബിഗ് ബോസിൽ കാണിക്കുക, തൊപ്പി എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ബിഗ് ബോസ് കാണും. അപ്പോൾ ആ ഒരു പ്രേക്ഷകരുടെ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെ തൊപ്പി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേൾക്കുന്ന ഒരു കാര്യമാണ് സന്തോഷ് പണ്ഡിറ്റ് വരുമോ എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ പേര് എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും കേൾക്കുന്ന ഒരു കാര്യമാണ്. സന്തോഷ് പണ്ഡിറ്റ് വരുമോ, ചിലപ്പോൾ ജാസി ആഷി അവരൊരു കപ്പിൾ എൻട്രി നടത്തുമോ എന്നൊക്കെ വളരെയധികം ചർച്ചകൾ എനിക്ക് തോന്നുന്നു എല്ലാ മലയാള സീസണുകളിലും കേൾക്കുന്ന ഒരു പേരാണ് ജാസി ആഷി. ഇപ്പോൾ കഴിഞ്ഞ സീസൺ 7 വരുമോ എന്നൊരു കോൺട്രവേഴ്സി ടോക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യവും നമുക്കത് കേൾക്കാൻ പറ്റുന്നുണ്ട്. സഞ്ജു ടെക്കി ഈ അടുത്തൊക്കെ വളരെ അവരുടേതായ പ്ലാറ്റ്ഫോം റിലേറ്റ് ചെയ്ത കുറച്ച് കോൺട്രവേഴ്സി കാര്യങ്ങളിലൊക്കെ എപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരാളാണ്. സഞ്ജു ടെക്കിനെ അറിയാത്തതായ മലയാളം എന്താ പറയുക പ്രേക്ഷകരുണ്ടാവില്ല. കാരണം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ അവരുടെ കണ്ടന്റ് വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്, വൈറലായി നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജു ടെക്കി വരാൻ സാധ്യതയുണ്ടോ എന്നും നമുക്ക് പ്രെഡിക്ഷൻ ലിസ്റ്റിൽ പറയാൻ സാധിക്കുന്നുണ്ട്. മലയാളം ബിഗ് ബോസ് സീസൺ 8 ഇപ്പം എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നെ പോലെ തന്നെ നിങ്ങളും ഇത് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ എപ്പിസോഡ്സിലും നമ്മൾ ഓരോ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിൻ്റെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രഡിക്ഷൻ ലിസ്റ്റാണ്. ആരൊക്കെയായിരിക്കും കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. നമുക്കറിയാം 25 പേരാണ് നമ്മൾ കണ്ടസ്റ്റൻസ് ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസണിൽ വരാറുള്ളത്. വൈൽഡ് കാർഡ് എൻട്രീസ് ഒക്കെ വരാറുണ്ട് എലിമിനേഷൻ കഴിഞ്ഞതിന് ശേഷം. പക്ഷേ എന്നാലും 25 കണ്ടസ്റ്റൻസ് ആണ് ആദ്യം നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8 ഇനി വരാനുള്ള കണ്ടസ്റ്റൻസ്. പക്ഷേ 25 പേരാണോ നമ്മൾ പ്രഡിക്ഷൻ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിരിക്കില്ല. കാരണം ഒത്തിരി പേരെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഈ പറയുന്ന പോലെ ആളുകൾ പറയുന്നുണ്ട്. വളരെ എക്സൈറ്റഡ് ആയിട്ട് പലവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് തൊപ്പി വരുമോ ബിഗ് ബോസിൽ എന്നുള്ള ഒരു കാര്യം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സീസ് ഒക്കെ നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ടും ഇപ്പോൾ തൊപ്പി എവിടെയാണ് എന്താണെന്ന് ആർക്കും അറിയില്ല. പക്ഷെ എന്നാലും ബിഗ് ബോസിൽ വരുമോ, ഇപ്പോൾ ഈ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നതുകൊണ്ടും ലീഗൽ കോൺസിക്വൻസസും ഉള്ളതുകൊണ്ട് അങ്ങനെ വരാൻ പാടുണ്ടോ. ഇതിന് മുന്നേ ഉള്ള പല ഷോസിലും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ വന്നിട്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റും. അടുത്തതായിട്ട് പ്രഡിക്ഷനിൽ പറയുന്നതാണ് ട്വിങ്കിൾ ശീതൽ. നിങ്ങളെല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടാകും. ആളൊരു ആങ്കറാണ്, സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ട്വിങ്കിൾ ശീതൽ ഇപ്പോൾ നടക്കുന്ന കോമഡി കുക്ക് എന്ന് പറയുന്ന ഷോയിൽ ആങ്കറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ട്വിങ്കിൾ ശീതൽ. അപ്പോൾ ട്വിങ്കിൾ ശീതലിൻ്റെ പേര് വളരെ അധികമായി കഴിഞ്ഞ സീസണിലും കേട്ടിരുന്നു. പ്രഡിക്ഷൻ ലിസ്റ്റിൽ ട്വിങ്കിൾ ശീതൽ വരുമോ എന്നുള്ളൊരു ചോദ്യം. അതുപോലെ തന്നെ നമുക്കറിയാം ദീപ്തി കല്യാണി, LGBTQ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വേറൊരു ആളാണ് ദീപ്തി കല്യാണി. ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് നിൽക്കുന്നുണ്ട്. അത് ദീപ്തി ആണെങ്കിലും കമ്മ്യൂണിറ്റീനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ 8 നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ മലയാളം ബിഗ് ബോസ് സീസൺസിൽ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് സോഷ്യൽ മീഡിയയിൽ ചില കോൺട്രവേഴ്സികൾ സൃഷ്ടിച്ച 2 പേരെ, ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന 2 പേരെയൊക്കെ സീസണിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇതിനു മുന്നേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ജാസി ആഷി നമ്മളെ മലയാളം ബിഗ് ബോസ് സീസൺ 8 ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു പേരാണ് ഹെലനോസ് പാട്ട. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ധന്യ എസ് രാജേഷ് എന്നുള്ള ഒരു പേര്. കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. യൂട്യൂബിലൊക്കെ വീഡിയോസ് എപ്പോഴും റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് കുട്ടിയുടേതായ നിലപാട് എല്ലാ കാര്യത്തെ പറ്റിയും സോഷ്യൽ മീഡിയയിൽ പറയാറുള്ള ഒരാൾ കൂടിയാണ്. ജാസി ആഷിയും ഹെലനോസ് പാട്ടയും തമ്മിലുള്ള കുറച്ച് കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ജാസി ആഷി ഉണ്ടെങ്കിൽ ഹെലനോസ് പാട്ട കൂടി ഉണ്ടാകുമോ എന്നൊരു ക്വസ്റ്റ്യൻ കൂടി എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ധന്യ എസ് രാജേഷ് മലയാളം ബിഗ് ബോസ് സീസൺ 8 ഉണ്ടാകുമോ? അതൊരു വലിയൊരു ചോദ്യചിഹ്നമാണ്. അതൊരു പ്രഡിക്ഷൻ ആണ് എന്ന് പറയാം. പിന്നെ നാഗ സൈനേന്ദ്രി ദേവി, നാഗച്ചേച്ചി ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് വന്ന് നമ്മൾക്ക് പല കാര്യങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട്. പല കോൺട്രവേഴ്സികളിൽ ഉള്ള ഒരാൾ കൂടി ആയതുകൊണ്ട് നാഗച്ചേച്ചി ഉണ്ടാകുമോ, നാഗച്ചേച്ചി ബിഗ് ബോസ് മലയാളം സീസൺ 8 പോകണം എന്ന് പ്രേക്ഷകരും ആരാധകരും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാഗച്ചേച്ചി ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
ആർ ജെ അഞ്ജലി ഇതിന് മുന്നേ കുറച്ച് കോൺട്രവേഴ്സികളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഒരു പ്രാങ്ക് കോൾ റിലേറ്റ് ചെയ്ത സംഭവത്തിൽ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആർ ജെ അഞ്ജലി ഉണ്ടാവും. കാരണം ആ ഒരു കാര്യത്തിൽ പോലും തൻ്റെതായ നിലപാടിൽ നിന്ന് ഒരു മാറ്റവും വരാതെ തൻ്റെതായ നിലപാട് എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരാളായതുകൊണ്ട് ആർ ജെ അഞ്ജലി വരാൻ സാധ്യതയുണ്ട് എന്നൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് കൂടെയുണ്ട്. അതുപോലെ തന്നെ ബിജു സോപാനം, നമുക്ക് എല്ലാവർക്കും അറിയാം ഉപ്പും മുളകും എന്ന സീരിയൽ വളരെ ഹിറ്റായിട്ട് കുറേ നാൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ അത് കാണുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ട് പഴയ എപ്പിസോഡുകളെല്ലാം. അപ്പം ബിജു സോപാനം നമുക്കറിയാം ബാലു അച്ഛനാണ് ഉപ്പും മുളകും സീരിയൽ. കഴിഞ്ഞ പ്രാവശ്യം പ്രഡിക്ഷൻ ലിസ്റ്റിൽ ബിജു സോപാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യവും നമ്മളെ ഉപ്പുമുളകിലെ അച്ഛൻ ബിജു സോപാനം ഉണ്ടാകും എന്നൊരു പ്രഡിക്ഷൻ പറയുന്നുണ്ട്. മീര വാസുദേവ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒരാളാണ്. കാരണം നമ്മളെ തന്മാത്ര സിനിമയിലെ മോഹൻലാലിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച, ലാലേട്ടൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. സോ അതുകൊണ്ട് നമ്മൾ മീര വാസുദേവിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദീപക് മോഹൻ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. നമ്മൾ പല യൂട്യൂബ് വീഡിയോസിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിക്കോട്ടെ നമ്മൾ എപ്പോഴും കാണാറുണ്ട് ദീപക് മോഹൻ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. അദ്ദേഹത്തിൻ്റെ പേര് കൂടെ ഈ ലിസ്റ്റിൽ പറയുന്നുണ്ട്. അടുത്തതായി ജിയ ഇറാനി, ഒരു മോഡലാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് ജിയ ഇറാനിയുടെ പേര് വളരെ അധികമായി നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കൂടെ ജിയ ഇറാനിയുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൗരി ഉണ്ണിമായ, നമ്മളെ ചക്കപ്പഴം സീരിയലിലെ ഗൗരി ഉണ്ണിമായയുടെ പേര് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇത്തവണ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീലക്ഷ്മി മോണിറ്റ ഒരു മോഡലാണ്. ശ്രീലക്ഷ്മി മോണിറ്റയുടെ പേര് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലിസ്റ്റിൽ ചോദിച്ചിരുന്നു. എല്ലാവരും പ്രഡിക്ഷൻ ലിസ്റ്റിൽ കണ്ട ഒരു പേര് കൂടെ ആയതുകൊണ്ടാണ് ഇപ്രാവശ്യം ശ്രീലക്ഷ്മിയുടെ പേര് വീണ്ടും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പാർവതി ബാബു, നമുക്ക് എല്ലാവർക്കും അറിയാം ആങ്കറിംഗ് ഫീൽഡിൽ വളരെയധികം പ്രേക്ഷകർ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ആങ്കറാണ് പാർവതി ബാബു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു ആങ്കറാണ്. വളരെ വൈറലായിട്ടുള്ള കുറേ ഇൻ്റർവ്യൂസ് പാർവതി ബാബുയുടെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പാർവതി ബാബുവിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പാർവതി ബാബുവിനെ മലയാളം ബിഗ് ബോസ് സീസൺ 8 കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സിനിമാ നടിയും സീരിയൽ നടിയുമായ സ്വാസികയുടെ പേര് കേൾക്കുന്നുണ്ട്. സ്വാസിക വരുമോ എന്നുള്ളത് പല ഇൻ്റർവ്യൂസിലും വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് നിന്ന ഒരാളാണ് സ്വാസിക. അപ്പോൾ അതുകൊണ്ട് സ്വാസികയുടെ പേര് കൂടെ ഈ ലിസ്റ്റിലേക്ക് കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി. നമുക്കറിയാം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഒക്കെ നല്ല ഫാമിലി കണ്ടന്റും അല്ലാതെ അവർ കപ്പിളായിട്ടൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് ശ്രീവിദ്യ. സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഷോയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ശ്രീവിദ്യ. അപ്പോൾ നമ്മളെല്ലാവർക്കും പ്രേക്ഷകർക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് കൂടെയാണ്, സിനിമാ നടി കൂടിയാണ് ശ്രീവിദ്യ. അപ്പോൾ അതുകൊണ്ട് ശ്രീവിദ്യയുടെ ലിസ്റ്റ് കൂടെ ഈ പേരിൽ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ 25 പേരിൽ അധികമോ ചിലപ്പോൾ ഈ പറഞ്ഞതിൽ വൈൽഡ് കാർഡായിട്ടും വരാം, അല്ലാതെ കണ്ടസ്റ്റൻസ് ആയിട്ടും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ്. നിങ്ങളുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ അറിയട്ടെ. നമുക്കറിയാം ബിഗ് ബോസ് മലയാളം എല്ലാ സീസണുകളിലും നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ലാലേട്ടൻ തന്നെയാണ് ഹോസ്റ്റ്. അതാണ് ആ ഷോയിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരെയും പിടിച്ചിരുത്തുന്നത്. എല്ലാ ആഴ്ചയും ലാലേട്ടനെ കാണാനുള്ള ഒരു ആകാംക്ഷയും എക്സൈറ്റ്മെൻറ്റുമാണ് കണ്ടസ്റ്റൻസിനെ പോലെ തന്നെ നമുക്കും ഉള്ളത്. എന്തായിരിക്കും ഓരോ പ്രാവശ്യം ഓരോ വീക്കെൻഡിലും ലാലേട്ടൻ വരുമ്പോൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ഓരോ ഇവൻറ്റ്സും ബിഗ് ബോസിൽ നടക്കുമ്പോൾ ലാലേട്ടൻ്റെ ഒരു പ്രസൻസ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അപ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ തന്നെയാണ് ബിഗ് ബോസിനെ ഇത്രയും കാലവും ആ പ്രേക്ഷകരെ ഓടിച്ചുകൊണ്ട് പോയത്. ലാലേട്ടൻ്റെ ഈ പറയുന്ന പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ്, അതുപോലെ ഫണ്ണി ആയിട്ട് ചിരിച്ചു നിൽക്കുന്ന ഒരു ലാലേട്ടനെ കൂടെ നമുക്ക് ബിഗ് ബോസ് മലയാളം പല സീസണുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വരണത്, ലാലേട്ടൻ്റെ കൂടെ ആരായിരിക്കും വേറൊരു ആങ്കർ ഉണ്ടാകുമോ അതോ ഉണ്ടാവില്ലേ? ഇപ്രാവശ്യം എല്ലാം വളരെ വ്യത്യസ്തമായതുകൊണ്ട് ചിലപ്പോൾ ലാലേട്ടൻ്റെ കൂടെ വേറൊരാൾ കൂടെ ആങ്കറായിട്ട് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകും ബിഗ് ബോസ് മലയാളം സീസൺ 8 എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലാലേട്ടൻ്റെ കൂടെ വേറൊരാൾ ആങ്കറായിട്ട് ഉണ്ടാവാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് കൂടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ആരായിരിക്കും ലാലേട്ടൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളതിൽ നമ്മൾ കേൾക്കുന്ന പല പേരുകളിൽ ഒന്നാണ് രഞ്ജിനി ഹരിദാസ് എന്നുള്ളത്. ഓഫ്കോഴ്സ് നമുക്കറിയാം ഇത്രയും വർഷം നമ്മൾ ആങ്കറിങ് ഫീൽഡിൽ ഇന്റർവ്യൂയിങ് അല്ലെങ്കിൽ ആങ്കറിങ്
ചെയ്യുന്ന എല്ലാവരുടെയും ഒരു സീനിയർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് രഞ്ജിനി ചേച്ചി. ആൻഡ് രഞ്ജിനി ചേച്ചി ഓൾറെഡി ബിഗ് ബോസ് മലയാളം സീസൺ 1 ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. നമുക്കറിയാം പല കാര്യങ്ങൾക്കും മുന്നോട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരാൾ ആയതുകൊണ്ട് തന്നെ രഞ്ജിനി ചേച്ചിയുടെ ഒരു പേര് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജിനി ചേച്ചി ലാലേട്ടൻ കോംബോ എങ്ങനെ വർക്ക് ചെയ്യും മലയാളം ബിഗ് ബോസ് സീസൺ 8 എന്നൊരു ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ കൂടെ അവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന വേറൊരു പേരാണ് പേളി മാണി. ഈ പറയുന്ന പോലെ തന്നെ സീസൺ 1 ഉണ്ടായിരുന്ന വേറൊരു കണ്ടസ്റ്റന്റ് ആണ് പേളി മാണി. പേളി ശ്രീനിഷിന്റെ തന്നെ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് എന്ന് വേണം പറയാൻ. പേളി മാണി സ്റ്റേജിൽ വന്നാൽ വളരെ എനർജി ആയിരിക്കും ആ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ. നമ്മൾ കണ്ടതാണ്, പല ഷോസും ഇതിന് മുന്നേ പേളി മാണി ചെയ്തിട്ടുണ്ട്, ഡിഫോ ഡാൻസ് ഉൾപ്പെടെ പല ഷോകളും. പേളി മാണി ഹാൻഡിൽ ചെയ്തൊരു രീതി, അല്ലെങ്കിൽ പേളി മാണി ആ ഷോ കൊണ്ടുപോയ ഒരു എനർജി, ഒരു വൈബ് തന്നെ വേറെ ആയതുകൊണ്ടാണ് പേളി മാണിയുടെ പേര് ഈ ഒരു മലയാളം സീസൺ 8 ബിഗ് ബോസ് സീസൺ 8 ലാലേട്ടൻ്റെ കൂടെ ആങ്കറായിട്ട് പേളി മാണി ഉണ്ടാകുമോ എന്നൊരു ക്വസ്റ്റ്യൻ. കാരണം പേളി മാണിയുടെ ഇൻ്റർവ്യൂസിന് വരെ സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പേളി മാണി ഉണ്ടാകും? കാരണം ബിഗ് ബോസിൽ പേളി മാണി ആൻഡ് ലാലേട്ടൻ കോംബോ വന്നാൽ അതൊരു ഫൺ കോംബോ ആയി മാറുമോ, എങ്ങനെയായിരിക്കും എന്നുള്ളതൊരു എക്സൈറ്റിംഗ് ഫാക്ടർ ആണെന്നുള്ളതാണ്. പിന്നെ കേൾക്കുന്ന ഒരു പേര് RJ മാത്തുക്കുട്ടി. നമുക്ക് എല്ലാവർക്കും അറിയാം റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്ന ഒരു ഒറ്റ ഷോ കൊണ്ട് തന്നെ വളരെ ഹിറ്റായ ഒരു RJ ആണ്. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു RJ ആണ്. പല ഇൻ്റർവ്യൂസിലും പല ഷോസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഉടൻ പണം എന്ന് പറയുന്ന ഷോയിലൂടെയൊക്കെ വളരെ പ്രശസ്തനായ ഒരു ആങ്കറാണ് RJ മാത്തുക്കുട്ടി. അപ്പോൾ RJ മാത്തുക്കുട്ടിയൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആങ്കർ ആയതുകൊണ്ട് ലാലേട്ടൻ്റെ കൂടെ ഇവരൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഷോ മുന്നോട്ട് പോവുക, വളരെ എക്സൈറ്റിംഗ് ആയിരിക്കുമോ, എന്ത് തരം പുതിയ ഒരു സ്ട്രാറ്റജി ആയിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 8 നമുക്ക് കാണാൻ പറ്റുക എന്നൊക്കെ ഉള്ള വളരെയധികം ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കേൾക്കുന്ന പേരാണ് ആര്യ ബഡായ്. നമ്മൾ ഏഷ്യാനെറ്റിൽ തന്നെ ബഡായ് ബംഗ്ലാവ് എന്ന് പറയുന്ന ഒരു ഹിറ്റ് ഷോയുടെ ആങ്കർ ആയിരുന്നു. ബിഗ് ബോസിൽ തന്നെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുണ്ട് സീസൺ 2. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൽ പല ഷോസും ആങ്കർ ചെയ്തിട്ടുണ്ട് ആര്യ ബഡായ്. അപ്പോൾ അതുകൊണ്ട് ആര്യ ചേച്ചി ഉണ്ടാകുമോ ഇപ്രാവശ്യം? അങ്ങനെ ഉണ്ടാവുമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേയുള്ള പല സീസണുകളിലും ചെറിയ ഇവൻറ്റ്സ് ഒക്കെ ആങ്കർ ചെയ്യാൻ ആര്യ ചേച്ചി ഉണ്ടായിട്ടുണ്ട്. മലയാളം ബിഗ് ബോസ് സീസണുകളുടെ പല സീസണുകളുടെ ഭാഗമായി ആര്യ ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സീസണിൽ ലാലേട്ടൻ ആര്യ കോംബോ, ആര്യ ബഡായ് കോംബോ എങ്ങനെ ഉണ്ടാവും, എങ്ങനെ വർക്ക് ചെയ്യും എന്നറിയാൻ പ്രേക്ഷകർ വളരെ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. ഞാനും അതുപോലെ തന്നെ വളരെ എക്സൈറ്റഡ് ആണ് ആര്യ ബഡായ് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ അശ്വതി ശ്രീകാന്ത് എന്നൊരു പേര് കൂടെ കേൾക്കുന്നുണ്ട്. അശ്വതി ശ്രീകാന്തിനെ നമുക്കറിയാം സീരിയലുകളിലും സിനിമകളിലും ഒക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവർ ആണ്, ആങ്കർ ആണ്, പല ഷോസും ആങ്കർ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അശ്വതി ചേച്ചിയും അല്ലെങ്കിൽ ലാലേട്ടനും കൂടെ വന്നാൽ ഒരു മെച്ചുവേർഡ് കോംബോ നമുക്ക് അവിടെ ബിൽഡ് ചെയ്ത് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. അങ്ങനെയൊക്കെ പല ഒരു കോംബോ അല്ലെങ്കിൽ റാപ്പോ ആയിട്ട് ഇത്തവണ മലയാളം ബിഗ് ബോസ് സീസൺ 8 നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. വ്യത്യസ്തമായ കാര്യങ്ങളാണ് അവർ കൊണ്ടുവരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത്രയും നാളും ഇത്രയും സീസൺസ് 7 സീസൺസ് ഉണ്ടായിരുന്നപ്പോൾ പോലും 2 ആങ്കേഴ്സ് ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് മലയാളം ബിഗ് ബോസ് സീസൺ 8 2 ആങ്കേഴ്സ്, ലാലേട്ടൻ്റെ കൂടെ വേറൊരു ആങ്കർ കൂടെ ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കേൾക്കുന്നത് എന്നുള്ളതൊരു എക്സൈറ്റിംഗ് ഫാക്ടറാണ്. ഇത്രയും ആങ്കേഴ്സ് നമ്മൾ ഏവർക്കും പ്രിയപ്പെട്ട ആങ്കേഴ്സ് ആണെങ്കിൽ പോലും വേറൊരു പേര് നമ്മൾ ഒരിക്കലും മിസ് ചെയ്ത് പോകരുത്. പ്രഡിക്ഷനിൽ തന്നെ ഉള്ളതാണ് ജുവൽ മേരി ആങ്കറായിട്ട് വരുമോ എന്നുള്ളത്. ജുവൽ മേരീനെ നമ്മൾ പറയുന്ന ഡിഫോ ഡാൻസ് മുതലേ നമ്മൾ കാണുന്ന ഒരു ആളാണ്. ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഒക്കെ ആങ്കറായിട്ടും ഇൻ്റർവ്യൂവറൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ജുവൽ മേരി വന്നാൽ എങ്ങനെ ഉണ്ടാവും ലാലേട്ടൻ ജുവൽ മേരി കോംബോ എന്നറിയാനും പ്രേക്ഷകരെ പോലെ തന്നെ എനിക്കും എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും ലിസ്റ്റുകൾ ഞാൻ പറഞ്ഞതിൽ പറയാത്ത ഒത്തിരി പേരുകളുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും കൂടുതലായി കേട്ട് വന്നവരുടെ പേരാണിത്. നിങ്ങൾക്കും ലാലേട്ടൻ്റെ കൂടെ വേറെ ആരെങ്കിലും ആങ്കറായിട്ട് കാണാൻ താല്പര്യം ഉണ്ടോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിലും കൂടെ അറിയിച്ചാൽ വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും. കാരണം ചിലപ്പോൾ അവരായിരിക്കാം, ഈ പറഞ്ഞ ലിസ്റ്റ് ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ അവരായിരിക്കും ലാലേട്ടൻ്റെ കൂടെ നമുക്ക് ചിലപ്പോൾ സ്റ്റേജിൽ കാണാൻ പറ്റുക. ചിലപ്പോൾ ഇവരാരും ഉണ്ടാവില്ല, ലാലേട്ടൻ തന്നെയായിരിക്കും ഇത്രയും നാൾ നമ്മൾ കണ്ട പോലെ ഒറ്റയാൾ പോരാട്ടം എന്നുള്ള രീതിയിൽ ഒറ്റയ്ക്ക് മലയാളം സീസൺ ബിഗ് ബോസ് 8
ഒറ്റയ്ക്ക് മലയാളം ബിഗ് ബോസ് സീസൺ 8 നമുക്ക് കാണാൻ പറ്റുന്നത് ലാലേട്ടൻ തന്നെ ഒറ്റയ്ക്ക് ചിലപ്പോൾ ആങ്കർ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ഇങ്ങനൊരു റൂമർ കേട്ടതുകൊണ്ടാണ് ഈ പറയുന്ന ലിസ്റ്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾക്കും ഇഷ്ടമുള്ള ആങ്കേഴ്സിൻ്റെ പേരൊന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് നോക്കാം ലാലേട്ടൻ്റെ കൂടെ ഇവർ വരുമോ ഇല്ലയോ.